ഹായ് എല്ലാവർക്കും സുഖമല്ലേ. വെൽക്കം ടു അവമീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വ്ളോഗാണ്. ഇതിൻ്റെ ഫസ്റ്റ് ട്രാവലിംഗ് വ്ളോഗും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇത് ഫ്ലൈറ്റിനാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫ്ലൈറ്റിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. താരയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തവിടെ ഇരുന്നപ്പോൾ കുറച്ച് ഫ്ലൈറ്റൊക്കെ പോകുന്നതും വരുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്നത്. ഞങ്ങൾ അവസാനം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് അപ്പം ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, എന്നാലും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് എയർ ഹോസ്റ്റസ് ഇങ്ങനെ കാണിക്കുന്നതൊക്കെ നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ക്ലൗഡ്സൊക്കെ. പിന്നെ അതേ ഞങ്ങൾക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവസാനം ബാംഗ്ലൂരിലെത്തി കേട്ടോ. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. പിന്നെ ഇനി അവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് യൂബർ വിളിച്ചിട്ട് പോവുകയാണ്. അവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലോണം വിശന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നല്ല, ഞങ്ങൾ പുറത്തൊരു കേരള ഹോട്ടലുണ്ടെന്ന് നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങോട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗ് ലഗേജസൊക്കെ ഞങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഹോട്ടലിലേക്ക് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അടുത്തായിരുന്നു, മാപ്പ് ഇട്ടിട്ട് നോക്കിയപ്പോൾ അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഗേജസൊക്കെ റൂമിൽ വെച്ചിട്ട് ഫ്രഷൊന്നും ആവുന്നില്ല, കൈയും കാലം ഒക്കെ കഴുകിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഹോട്ടലിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമൊന്ന് കാണിച്ചു തരാം. റൂം കുഴപ്പമൊന്നുമില്ല, നല്ല റൂമായിരുന്നു. എക്സ്ട്രാ ബെഡ് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി എക്സ്ട്രാ ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. എനിക്കാണെങ്കിൽ നല്ല സുഖമില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ പോകുന്നതിൻ്റെ തലേദിവസം നല്ല പനിയൊക്കെ ആയിരുന്നു. സൗണ്ടൊന്നും ഒട്ടുമില്ല. സൗണ്ട് ഇതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരാഴ്ച എടുത്തിട്ടുണ്ട് സൗണ്ട് തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയതായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ബാത്ത് ടബൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ബാത്റൂമായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇത് ബാംഗ്ലൂർ സിറ്റിയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പിന്നെ ഞങ്ങൾ ഒരു കേരള ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. വെജിറ്റേറിയൻ മീൽസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിക്കൻ്റെ ഒരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്നോ സിറ്റിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ മാക്സിമം സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സ്നോ സിറ്റിയിലേക്കാണ് പോകാമെന്ന് വിചാരിച്ചത്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ സ്നോ ഉള്ള സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ 2 ഏരിയ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു സംഭവം, പിന്നെ സ്നോ സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണ്ടായിരുന്നു, കാരണം അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ആർക്കും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സ്നോ സിറ്റിയിൽ മാത്രം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുവരെ ഇവിടെ ചെറിയൊരു ഇങ്ങനെ 3D എന്തോ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സ്നോ സിറ്റിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ജാക്കറ്റും സോക്സും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർത്തത് സോക്സ് വേണ്ടാന്നാണ്. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് പറ്റാവുന്ന അത്ര തണുപ്പ് ഉണ്ടാവുള്ളൂ എന്ന്. ഫസ്റ്റ് ടൈം ആയത് കാരണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ പുറത്ത്. വെയിലത്ത് നിന്ന് കയറി വന്ന കാരണം ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ പറ്റൂല കേട്ടോ, നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പായിരുന്നേ. ഒന്നാമത് മറ്റേ പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഇനി അത് ഒരുവിധം കുറഞ്ഞിരിക്കണമായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് കയറി അത് കൂടുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അധികം നേരമൊന്നും നിന്നില്ല. കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങി കേട്ടോ. കുഞ്ഞിനൊന്നും ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു, നിൽക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് തണുപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്രയും വേഗം ഞങ്ങളായിരുന്നു അവിടെ നിന്ന് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയിട്ടോ ബാംഗ്ലൂരിൽ. അത് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട കാരണം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ എറണാകുളം ബ്രോഡ്വേ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. വേറെ പ്രത്യേകിച്ച് അതിന് സ്പെഷ്യലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ചും കൂടി ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്.
പിന്നെ അവിടുത്തെ ഭാഷ നമുക്ക് ഒന്നും ഭാഷ അറിയാത്ത കാരണം കുറേ പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അധികം വാങ്ങിക്കാറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പം കുഴപ്പമില്ലായിരുന്നു, റേറ്റും കാര്യങ്ങളൊന്നും കുറവൊന്നുമില്ല, എല്ലാം ഇവിടുത്തെ അത്ര സെയിം റേറ്റൊക്കെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിന് ചെരുപ്പൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പും ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയിട്ട് ഹോട്ടലിലേക്ക് പോയി. അവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്നോ സിറ്റി പോയപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എത്രയായിരുന്നു, 600 അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവിടെ അവരെടുത്ത ഫോട്ടോസാണിത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ കുൽച്ചയും പനീറുമാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ ഒരുപാട് ലേറ്റായി, 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ബെഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.